വളരെ രസമായ ഒരു സങ്കീർത്തനമാണ് 133 സങ്കീർത്തനം. പക്ഷെ ഇതിന്റെ അകത്ത് കൈമാറ്റം ചെയ്യുന്ന ഒരു ആശയം വളരെ രസമായതാണ്, വളരെ ദൈർഘ്യമേറിയ ഒരു ആശയമാണ്. അതിന്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: Can someone read in English too? എത്ര മനോഹരമാണ് സഹോദരന്മാരുടെയുള്ള ഒത്തൊരുമ എന്ന് പറയുന്നത്. ഇവിടെ വചനം പറയാണ്, ഈ സങ്കീർത്തനത്തെ ആരോഹണ ഗീതം എന്നാണ് പറയപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത, യെരുശലേമിലേക്ക് ആരാധിപ്പാൻ പോയവർ ആ മലമുകളിലുള്ള യെരുശലേം ദേവാലയം ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞത് കണ്ടുകൊണ്ട് യഹൂദന്മാരായ ജനം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ ജനം പെന്തക്കോസ്ത് നാളിൽ, കൂടാര പെരുന്നാളുകളിലൊക്കെ ഈ യെരുശലേമിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വരും. യെരുശലേമിൽ മാത്രമുള്ള യഹൂദനല്ല ഇവിടെ വരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദന്മാരൊക്കെ ആരാധിപ്പാൻ വേണ്ടി ഈ ഒരു പർട്ടിക്കുലർ ദിവസം ഇവിടേക്ക് വരും. വിവിധ രാജ്യങ്ങളിലേക്ക് ഇവർ ചിതറിപ്പോയത് കൊണ്ട് ഇവർ അറിഞ്ഞോ അറിയാതെ വിവിധ സംസ്കാരത്തിന്റെ ഭാഗമായി ഇവർ മാറ്റപ്പെട്ടു. പക്ഷെ ആരാധന എന്ന് പറയുന്ന യഹൂദ ആരാധന അവർ പിന്തുടർന്നു. വസ്ത്രത്തിൽ അവർക്ക് വ്യത്യാസമുണ്ട്. അവൻ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ഇടകലർന്നത് കൊണ്ട് അവരുടെ നിറത്തിന് വ്യത്യാസമുണ്ട്. പക്ഷേ ആരാധിപ്പാൻ വേണ്ടി അവർ യെരുശലേമിലേക്ക് മടങ്ങി വന്നിരിക്കുക. വിവിധ നിറത്തിലും വിവിധ വസ്ത്രധാരണയിലും ഉള്ളവരെല്ലാം ഒരുമിച്ച് യെരുശലേമിനെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധിപ്പാൻ പോയവർ താഴ്വരയിൽ നിന്ന് ആ മനോഹരമായ കാഴ്ച കണ്ടിട്ട് പറയുക, വിവിധ വസ്ത്രത്തിലുള്ളവരാണവർ, വിവിധ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി അവർ ഒരുമിച്ച് ആ മലമുകളിൽ കൂടിയിരിക്കുക. എന്നിട്ട് അവർ പറയും, എത്ര മനോഹരമാണ് ആ കാഴ്ച. ജാതിയുടെ, വർണ്ണത്തിന്റെയോ നിറത്തിന്റെയോ കുലത്തിന്റെയോ വിവേചനം കൂടാതെ യഹോവയെ ആരാധിപ്പാൻ വേണ്ടി ഒരു കൂട്ടം കൂടിയതിന്റെ മനോഹരത കണ്ടിട്ട് അവർ ദൈവത്തെ സ്തോത്രം ചെയ്യുക. Thanking God for seeing the unity with different caste, creed and color, nations of people coming together to worship the Lord. ഇവിടെ രണ്ട് വാക്ക് നമുക്ക് കാണാൻ പറ്റും. You see two verses here. എത്ര ശുഭം, how beautiful, എത്ര മനോഹരം, how good it is. ഈ യൂണിറ്റിയെ കണ്ടിട്ട് പറയുക, they're looking at this unity and saying, ഈ യൂണിറ്റി എത്ര മനോഹരമാണ്, how pleasant is this unity. ഈ യൂണിറ്റി എത്ര എത്ര അനുഗ്രഹമാണ്, how good is it. Amen. Hallelujah. ഈ പദം, ഈ രണ്ട് പദങ്ങൾ, these two terms, ഗുഡ് ആൻഡ് പ്ലസന്റ് എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ, pleasant and good, these two terms, നിങ്ങൾക്ക് പിന്നീട് സങ്കീർത്തനങ്ങളിൽ കാണാൻ പറ്റും. you can see it again in the Psalms, അത് യൂണിറ്റിയോടുള്ള ബന്ധത്തിലല്ല, but not in regards to unity. സങ്കീർത്തനം 147 1 വായിക്കുമോ? 147:1 says, ആമേൻ. ഇനി 135 സങ്കീർത്തനത്തിന്റെ 3 വാക്യം, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ഇനി Psalms 135:3. Can you read these two verses in English? 147:1 and 137:3. 135. Come on. Yeah. And 147:1. Yeah, 147:1. 135:3. ഈ ഗുഡ് ആൻഡ് പ്ലസന്റ് ഈ രണ്ട് ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. You can see good and pleasant in both these places. പക്ഷേ ഇവിടെ രണ്ടും പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് അറിയാമോ? You know what it is said here in regards to ആരാധനയെ കുറിച്ചാണ്. regarding worship.
ആരാധനയെ കുറിച്ചാണ് ബൈബിളിൽ 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് എത്ര മനോഹരവും എത്ര ശുഭമാണെന്ന്. Only in relation to worship that good and pleasant have been repeated twice. പക്ഷെ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയാ, But the psalmist is saying here, ആരാധന എത്ര മനോഹരമാണോ, how much ever beautiful the worship is, ആരാധന എത്ര ശുഭമാണോ, however good that is, അതുപോലെ തന്നെ മനോഹരവും ശുഭവുമാണ് equally pleasant and good is. സഹോദരന്മാരുടെ യൂണിറ്റി എന്ന് പറയുന്നത്. Unity in between brothers. ഞാൻ ഒരു കാര്യം പറയട്ടെ, Let me tell you something. പ്രാർത്ഥനയെ ആരാധനയേക്കാൾ വലിപ്പമുണ്ട് Prayer is bigger than worship. അവൻ യൂണിറ്റിക്ക് വേണ്ടി. It's more important for unity. ഇന്ന് സഹോദരന്മാരുടെ കൂട്ടായ്മയെ, This fellowship of brothers, എന്റെ പ്രിയ സഭയുടെ കൂട്ടായ്മയെ fellowship of my church, ദൈവം വാല്യൂ ചെയ്യുന്നത് God is valuing it ആരാധനയെ പോലെ തന്നെയാ. exactly similar to ഇന്ന് worship. പകൽ ആരാധനയെ പോലെ സ്വർഗം വില കൊടുക്കുന്നതാണ് എന്ത് ഈ കൂട്ടായ്മ എന്നുള്ളത്. God evaluates just as how he values worship, unity among brothers. ശത്രുവിന് എക്കാലത്തും എതിരുള്ളത് എന്തിനായിരുന്നു അറിയാമോ? What Satan was against all the time, ആരാധനയായിരുന്നു. it was against worship. ഫറവോൻ ജനത്തെ വിടാഞ്ഞത് ആരാധനയ്ക്ക് പോകാനായിരുന്നു വിടാഞ്ഞത്. Pharaoh didn't allow the people to go to worship. ആരാധനയെ സാത്താൻ ഭയപ്പെടുന്നത് പോലെ തന്നെ Just as Satan is afraid of worship, ആമേൻ, യൂണിറ്റിയെ സാത്താൻ ഭയപ്പെടുന്നു. Satan is afraid of unity. ഒരുമനപ്പെട്ടുള്ള ജനത്തിന്റെ കൂട്ടായ്മയെ സാത്താൻ ഭയപ്പെടുന്നു. He's a united fellowship is something he's scared ദേശത്തിന്റെ of. അധിപതി ഭയപ്പെടുന്നു. The prince of this land is അവൻ afraid ജനം of that. ഒരുമിച്ച് കൂടിയാൽ, When people come together, ജനം ഒരുമിച്ച് when കൂടിയാൽ people come together, ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. the work of the Lord will reveal അതുകൊണ്ട് in this land. സാത്താന്റെ തന്ത്രം എന്ന് പറയുന്നത് Satan's trick is ചേർന്നിരിക്കുന്നതിനെ അകറ്റുക, to bring us gap between ചേർന്നിരിക്കുന്നതിനെ together. മാറ്റുക. We'll take them apart. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു, Realize one thing. ചേരുന്നതിനെ അകറ്റുന്നത് സാത്താനാ. Satan is the one that അതുകൊണ്ട് ഇന്ന് makes you പകൽ apart. തിരുവചനം പറയുക, The word of God says, എത്ര മനോഹരവും how pleasant it is, എത്ര ശുഭമാണ് how good is it, ജനത്തിന്റെ കൂട്ടായ്മ. the togetherness of the fellowship of brothers. Hallelujah. Hallelujah. Praise the Lord. ഉണ്ടായിരുന്നു. In the first church, this fellowship was there. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 44-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Acts 2:44 says, നിങ്ങൾ ആ വാക്ക് ഒരുമനപ്പെടുക, ഒരുമിച്ച് കൂടുക എന്നുള്ള വാക്ക് എംഫസൈസ് ചെയ്ത് അവിടെ ചെയ്തേക്ക് നമുക്ക് കാണാൻ പറ്റും. we can see those words as together, unity, all emphasized here. അവൻ വായിച്ചോളൂ. ആമേൻ. കൂട്ടായ്മയുടെ മനോഹാരിത ആദിമ സഭ അനുഭവിച്ചത് വളരെ മനോഹരമായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുക. The beauty of fellowship that the first church experienced is beautifully narrated here. അവർക്ക് കൂടുന്നതിന്റെ പിന്നിലുള്ള ഏക ആഗ്രഹം എന്ന് പറയുന്നത് അപ്പം നുറുക്കുക, കൂട്ടായ്മ ആചരിക്കുക, പ്രാർത്ഥിക്കുക. ഇത് മാത്രമായിരുന്നു അവരുടെ അജണ്ട. The only agenda they had to come together was to break bread and be together. ഇന്ന് പകൽ നാം കൂടുന്നതിന്റെ പിന്നിലുള്ള പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. Our primary objective of coming together should be to worship the Lord. ആമേൻ. നാം കൂടി വരുമ്പോൾ നമുക്ക് കുറെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന്റെയൊക്കെ മുകളിൽ ഇങ്ങനെ നിൽക്കേണ്ടത് ആമേൻ പരമപ്രധാനമാകുന്നു പറയുന്നത് ആരാധന, പ്രാർത്ഥന, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. We might have so many needs and wants in our life, but over all of that, what should stand is a worship to our God. ഈ സഭയുടെ പ്രതിനിധിയായ ഒരാൾ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിൽപ്പുണ്ട്. നിങ്ങൾക്കൊന്ന് വായിക്കാമോ? അടുത്ത അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. There is a representative of this church in the first words of the next chapter. നിങ്ങൾക്കറിയാമോ ഈ പശ്ചാത്തലം? അവിടെ അവൻ ചോദിക്കുന്നുണ്ട്, ഭിക്ഷ ചോദിക്കുന്നുണ്ട് പത്രോസിനോടും യോഹന്നാനോടും. This man is begging Peter and John here.
പക്ഷെ ദൈവം അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. You know what they say? ഞങ്ങൾ കൂട്ടായ്മ ആചരിക്കുന്നവരാണ്, We are people who fellowship. ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നവരാണ്, We are come together. ഞങ്ങൾ ഇന്നും ആ കൂട്ടായ്മയിൽ നിന്ന് ഇങ്ങോട്ട് We're വന്നേക്കുന്നത്. just coming from that fellowship. ഞങ്ങളുടെ പിന്നിൽ ഒരു ജനം കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. Big group of people praying അവരുടെ behind us. പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ പുറത്തു I'm വന്നിരിക്കുന്നത്. here as a representative of those അതുകൊണ്ട് people. നീ ചോദിച്ച പൊന്നോ വെള്ളി അല്ല ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. I can't give you the gold and പക്ഷെ silver you ഞാൻ have. നിനക്ക് തരാൻ പോകുന്നത് You know എന്താണെന്നറിയാമോ? what I'm going to give you? ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിച്ച ഒരു ശക്തിയുണ്ട് Power കൂട്ടായ്മയ്ക്കകത്ത്. that I got from yesterday's ഇന്നലെ ഞങ്ങൾ prayer. നേടിയെടുത്ത ഒരു സാന്നിധ്യമുണ്ട് There's a കൂട്ടായ്മയ്ക്കകത്ത്. presence that I experienced from ഇന്നലെ ആ yesterday's prayer. കൂട്ടായ്മയ്ക്കകത്ത് ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. There's the power of the Holy Ghost that came up അതുകൊണ്ട് yesterday on ഞാൻ our prayer നിനക്ക് meeting. പൊന്നു തരുന്നില്ല, വെള്ളി I'm not തരുന്നില്ല. going to give you gold or silver. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, But one thing I say to ആ you, കൂട്ടായ്മയ്ക്കകത്തുനിന്ന് വന്നതുകൊണ്ട് because I came from that നിന്റെ fellowship, നരിയാണ് ഉറപ്പിക്കാനുള്ളത്, to make you strong, നിന്നെ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കാനുള്ളത്, make you stand up from here, നിന്നെ ആരാധനയ്ക്ക് പറഞ്ഞു വിടാനുള്ളത്. make you go to worship. ഞാൻ ആ കൂട്ടായ്മയ്ക്കകത്തുനിന്ന് പ്രാപിച്ചിട്ടുണ്ടോ? Receive that from the അത് prayer. ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യാൻ Give you പോകുക. that. Hallelujah. എന്നെ ശ്രവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Children of God who are listening to me. നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തുനിന്ന് നാം പുറത്തു പോകുമ്പോ We go from our church outside. ആവശ്യക്കാരന് കൊടുക്കാൻ ചിലത് പ്രാപിക്കാൻ നിനക്കൊണ്ടോ ഈ You have കൂട്ടായ്മയ്ക്കകത്ത്? something to give to the needy. ഇന്ന് പകൽ ചിലത് പ്രാപിച്ചു വേണം നീ പുറത്തു You need പോകാൻ. to attain something and go from കൂട്ടായ്മയ്ക്കകത്ത് ചിലത് പ്രാപിക്കാനുണ്ടെന്ന്, it. Receive in this prayer when you go from it. കൂട്ടായ്മയ്ക്ക് ചിലത് നേടാനുണ്ടെന്ന്, Receive things in this fellowship. പുറത്തു പോയി കൊടുക്കാനുള്ളത് അകത്തുള്ള കൂട്ടായ്മയ്ക്കകത്തുണ്ട്. Something enough to give outside, it's here. Hallelujah. Hallelujah. സ്വോത്രം 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 ഹല്ലേലൂയ. സംഗീതത്തിന്റെ പ്രബോധനമായതുകൊണ്ട് ഞാൻ മുൻപോട്ട് പെട്ടെന്ന് പോട്ടെ. I'm going far ahead. അടുത്ത വാക്യം, രണ്ടാമത്തെ വാക്യം. ആ ആ ആ ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ആ കൂട്ടായ്മയുടെ മനോഹാരിത വളരെ മനോഹരമായിട്ട് പിക്ചറൈസ് See ചെയ്തിരിക്കുകയാണ്. a beautiful picture here about worship. രണ്ട് കാര്യങ്ങളാണ് അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. Two pictures. ഒന്ന്, അവർ കാണുന്ന പുരോഹിതനുമായിട്ട് അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നു. They're picturizing it with the priest they see. അവർ പിന്നെ കാണുന്ന ഹെർമഗദോൻ എന്ന് പറയുന്ന വലിയ മലയുമായിട്ട് അവർ പിക്ചറൈസ് They ചെയ്തിരിക്കുന്നു. see the dew that falls on the mountains of Hermon. ഈ അഹരോന്റെ തലയിലെ അഭിഷേക തൈലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. There's something about this anointed oil that flows over Aaron's head. പഴയ നിയമത്തിലെ ഈ തൈലം കൂട്ടുന്നതിന് ഒരു ക്രമമുണ്ട്. There's a way how they prepared this oil. അതിന്റെ അകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ മലയാളത്തിൽ പറയാം, പക്ഷെ ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഉദ്യമത്തിന് തയ്യാറാകുന്നില്ല. There are some very hard to pronounce ingredients. പക്ഷെ അതിന്റെ അകത്ത് സുഗന്ധദ്രവ്യങ്ങളാൽ അലങ്കൃതമായതാണ് ഈ തൈലം എന്ന് This പറയുന്നത്. oil is filled with spices. ഇത് അഹരോന്റെ തലയിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. This is going to be poured on the head of Aaron. ഇത് താടി വഴി ഒഴുകി It will flow through his beard. അവന്റെ വസ്ത്രത്തിൽ കൂടെ ഒഴുകി Go to it, down his collar. അതിങ്ങനെ നിറം അവൻ ദേല് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുക. It will go throughout his robe. ഒരു ഹൈലി പെർഫ്യൂംഡ് ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി കടന്നു വരുമ്പോൾ ആ ഒരു സ്മെല്ല് ആ ഒരു ചെറിയ എയർ ടൈറ്റിലുള്ള റൂമിൽ ഇങ്ങനെ നിറയുന്നത് പോലെ, Just like how there's a good smell when someone comes into a room. ഈ അഹരോന്റെ താടിയിൽ നിന്ന് ഒഴുകുന്ന ആ താടിയിൽ കൂടെ ഒഴുകുന്ന ഈ വിശേഷ തൈലത്തിന്റെ മണം ഈ ആലയം മുഴുവനും നിറയും. The smell of this precious oil on Aaron will fill the place of worship. ഇത് അനുഭവിക്കുന്നവരാണ് ഈ ആരാധനയ്ക്ക് അകത്ത് പോകുന്നവര്. People who are going in their experience this ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഒരു നല്ല മണം കിട്ടുന്നുണ്ട്. get a good aroma when they go into the church. അവർക്ക് പറയാൻ പറ്റുമോ മണം അഹരോന്റെ തലയിലെ അഭിഷേക തൈലത്തിന്റെ മണമാണ്. They can say the smell is from that precious oil on Aaron. ഇതറിയാവുന്നവർ പറയാ, People will know this say. ഞങ്ങൾക്ക് മറ്റൊരു മണം കിട്ടും ആരാധനയ്ക്ക് പോകുമ്പോ. We get another smell. ഈ അഹരോന്റെ തൈലത്തിന്റെ മണം പോലെ, Just like the precious ഈ oil on Aaron. അഭിഷേകത്തിന്റെ തൈലം പോലെ ഒരു മണം Oh, the smell of precious oil. ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്താണെന്നറിയാമോ? We're getting, you know what that is? ഐക്യതയുടെ മണം, The smell of unity. ഐക്യതയുടെ The മണം. aroma of unity. ഇന്ന് പകൽ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, Children of God who are hearing me നീ today. ആരാധനയ്ക്ക് വേണ്ടി ആലയത്തിന്റെ അകത്ത് വരുമ്പോ When you come into the church for നിനക്ക് worship, അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഈ ഐക്യതയുടെ മണം? experiencing this aroma of നിന്നെ unity. നിർത്തിയിരിക്കുന്നത് ഈ അഭിഷേകത്തിന്റെ തൈലമോ? This oil is what is making you stand firm. Hallelujah.
നമ്മെ നിർത്തിയിരിക്കുന്ന തൈലം എന്ന് പറയുന്നത് You know this oil? ഈ കൂട്ടായ്മയുടെ തൈലമാണ്. It's the oil of fellowship. ഞാൻ ഒരു കാര്യം പറയട്ടെ, Let me tell you something. ഒരു കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞിട്ടൊന്നുമല്ല കർത്താവ് പറയുന്നത്. Jesus is not just telling about ദൈവം one, പറയാ രണ്ടോ മൂന്നോ പേർ 2 or 3 ഒരുമിച്ച് കൂടിയിട്ട് in my name. ഒരേ ഐക്യതയോടുകൂടെ പ്രാർത്ഥിച്ച One unity, ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് opening the gates of അവരുടെ heaven. ആവശ്യത്തിന് വേണ്ടി തമ്പുരാൻ ഇറങ്ങുമെങ്കിൽ Lord God, if He comes down for ഇതിന്റെ അകത്ത് ഭാരപ്പെടുന്ന ചിലതിന് വേണ്ടി, people who are ഇതിന്റെ troubled അകത്ത് and burdened, പ്രയാസപ്പെടുന്ന ചിലതിന് വേണ്ടി, if you're burdened here, ഒരാവശ്യമുണ്ടെന്ന് കണ്ടാൽ, if you have a need, ഒരു പ്രയാസമുണ്ടെന്ന് you കണ്ടാൽ, have a problem, ഒന്ന് രണ്ടെണ്ണം ഐക്യപ്പെട്ടാൽ when 2 or 3 gather, അത്ഭുതം seize ചെയ്യാമെന്ന് that പറഞ്ഞ problem. ദൈവം God who said He will സഭ work ഒരുമിച്ച് miracles. കൂടിയാൽ, When the church comes നിങ്ങൾ together, പായിട്ട് പ്രാർത്ഥിച്ചാൽ, when you put a mat and ആ pray down, പായിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ when you get up from that mat, പരിശുദ്ധാത്മാവ് hallelujah, പ്രവർത്തിക്കും. the Holy Spirit will work for you. Hallelujah. Hallelujah. ഇത് പഴക്കം കൊണ്ട് പറയുന്ന ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. Not from old tale. This is ഞാൻ ഈ സഭയിൽ നിന്ന് അനുഭവിച്ചതിന്റെ I've അനുഭവത്തിൽ experienced this in പറയുക. this church. ഞങ്ങളുടെ പഴങ്കഥ പറയുന്നവരല്ല എന്ന് പത്രോസ് പറയുന്നത് പോലെ I'm not saying old tales. മഹിമ കണ്ട സാക്ഷികളാ, See the glory of മഹിമ the കണ്ട സാക്ഷികളാ. witnesses of the glory of ജോലി the പോയവർക്ക് വേണ്ടി ഞങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. We have prayed for people who lost their jobs. ആമേൻ. അവർ ആ ജോലി കേറിയിട്ട് When they went into that 3 work, മാസത്തിലേക്ക് ഏറിയവരൊക്കെ people who were under contract for 3 months, 13 വർഷമായിട്ട് ആ കമ്പനി തന്നെ 13 years തുടരുന്നുണ്ട്. they're in the same company. ആമേൻ. തലമുറയില്ലാത്തവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചു. This church has prayed for people ദൈവം with no അവർക്ക് children. ഇതിനകത്ത് വെളിപ്പെട്ടു. God has given them children in this church. രേഖകൾ തിരുത്തിയെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen documents rewritten in this രോഗങ്ങൾ church. മാറുന്ന ഞാൻ I've കണ്ടിട്ടുണ്ട്. seen diseases moving ഓ, in this ഇതിന്റെ church. അകത്തെ ഐക്യതയിൽ വെളിപ്പെട്ട from ആത്മസാന്നിധ്യം the unity. അനുഭവിച്ചതാണ് ഇതിനകത്ത് We've ഇരിക്കുന്നതൊക്കെ. experienced that unity. അതുകൊണ്ട് ഇന്ന് മകൾ ഒരു Hallelujah. കാര്യം ഞാൻ പറയട്ടെ, Let me tell you something ആ tonight. ഐക്യതയുടെ മണം, The smell of that ആ aroma of ഐക്യതയുടെ unity. മണം, The aroma of that ആ unity. ഐക്യതയുടെ Hallelujah. മണം. The aroma of that unity. Hallelujah. നിങ്ങളുടെ മേലേക്ക് ഇന്ന് പകൽ പകരട്ടെ. Let that unity, that ഇന്ന് aroma പകൽ come നിങ്ങളുടെ on. മേലേക്ക് ഐക്യതയുടെ മണം പകരട്ടെ. Let that unity come on you. Hallelujah. ഐക്യതയുടെ മണം പകരട്ടെ. Let the aroma of the unity ഇന്ന് come പകൽ on you. ഐക്യതയുടെ മണം എത്ര പേർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്? Hallelujah. You can experience that aroma of that unity. Shadana, rigala, rigala, say hallelujah, hallelujah, Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. Thank ഞാനൊരു കാര്യം പറഞ്ഞ് വേഗം ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കട്ടെ. you. Let me present this, saying one thing to you. 2 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. 2 Samuel chapter 10, 11-ാമത്തെ verses 11. അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. If the Syrians are too strong for me, then you shall help me. അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ വന്ന് നിനക്ക് സഹായം If ചെയ്യാം. the Ammonites are too strong for you, then I will come and help you. 2 പേർ ഒരുമിച്ച് കൂടിയിട്ട് പറയാ, 2 people are coming together and saying, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുക. we're going to get attacked. നമ്മൾ ആരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അറിയാമോ? Sorry, we're going to attack. You know who we're going to attack? അരാമ്യരെയും We're going to attack the Syrians അമ്മോന്യരെയും അറ്റാക്ക് ചെയ്യാൻ and പോവാ. the Ammonites. അപ്പൊ നീ പോയി അരാമ്യരെ അറ്റാക്ക് ചെയ്യണം, You should attack the Syrians, ഞാൻ പോയി അമ്മോന്യരെ അറ്റാക്ക് ചെയ്യാം. and I will attack the Ammonites. നിങ്ങളെ അങ്ങനെ ആക്കിയെന്ന് വിചാരിക്കല്ലേ. Don't think that you're made like that to attack. ഇവിടെ ഒരു ഗ്രൂപ്പ് അമ്മോന്യരാന്ന് വിചാരിച്ചു, Think there's one group is Ammonites, വേറൊരാള് അരാമ്യരാന്ന് വിചാരിച്ചു. think another group is the Syrians. അപ്പൊ ഞാൻ പറയുക ജസനോട്, I'm telling Jesse, ഐ എം ഗോയിങ് ടു അറ്റാക്കിംഗ് ദിസ്, ഇവരെ പോയി അറ്റാക്ക് ചെയ്യാൻ പോവാ. I'm telling you, I'm going to attack the Syrians, പക്ഷെ എനിക്കൊരു ഭയമുണ്ട്. but I'm a little afraid. എന്താണെന്നറിയാമോ? You know what that fear is? ഇവരെന്നെ ജയിച്ചാൽ If they overcome me, നീ വന്ന് എന്നെ സഹായിക്കണം. you should run and come and help me. അതുകൊണ്ട് ഞാൻ ജസനോട് പറയാ, And I'm telling him, നീ അവരെ പോയി അറ്റാക്ക് ചെയ്യാ. you go attack the Ammonites. അവർ നിന്നെ ജയിക്കുമെന്ന് കണ്ടാൽ When they're too strong for you, ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. I'll come and help you. ഇതാണ് കൂട്ടായ്മ. This is fellowship. എന്റെ പ്രിയ സഹോദരാ, Dear friends, അങ്ങ് brother, തുടങ്ങിക്കോ കാര്യങ്ങള്. start your journey. എന്റെ പ്രിയ സഹോദരി, Dear sister, അങ്ങ് തുടങ്ങിക്കോ your കാര്യങ്ങള്. mission. പക്ഷെ തകരുമെന്ന് കണ്ടാൽ, when you see that you're going to be destroyed, പ്രയാസപ്പെടുമെന്ന് കണ്ടാൽ, when you see you're going to be നീ burdened, തളർന്നു വീഴുമെന്ന് കണ്ടാൽ,
You see, you're going to faint ഞങ്ങൾ and നിന്റെ കൂടെ fall. വന്ന് നിൽക്കാം. We are going to be with ഇത് you. മകൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many of you are happy? ഞാൻ തുടങ്ങാൻ പോകുക ദൈവസന്നിധിയിൽ. I'm going to start it ഞാൻ from the പുതിയത് Lord. ആരംഭിക്കാൻ പോകുക We're going to ദൈവസന്നിധിയിൽ. start something new എനിക്ക് from ഒരു the Lord. ഉറപ്പുണ്ട്. I am sure ഞാൻ വീഴുമെന്ന് തോന്നാ, when I'm going to ഞാൻ fall, തകരുമെന്ന് തോന്നിയാ, I'm going to get destroyed. ഞാൻ ഉടയുമെന്ന് തോന്നിയാ, When I think I'm going to shatter, ഞാൻ പരാജയപ്പെടുമെന്ന് when I think തോന്നിയാ, I'm going to lose, എന്നോട് കൂടെ വന്ന് കരയാ. oh, to cry with me. Hallelujah. Hallelujah. ഇന്ന് മകൾ കൂട്ടിരിക്കുന്ന വിശ്വാസിക്ക് നീ ഒരു ഉറപ്പ് കൊടുക്കാമോ? Can you give a surety to your brother? നിന്റെ കൂട്ടുവിശ്വാസിക്ക് ഒരു ഉറപ്പ് Can you കൊടുക്കാമോ? give a surety to your നീ sister? തുടങ്ങി സഹോദര, Start it. നീ Hallelujah. തുടങ്ങി സഹോദരി, Start your sister. നീ പോയി അഭിമുഖീകരിക്കുന്ന സഹോദര. Go and face it. നീ തകരുന്ന കണ്ടാൽ, Hallelujah. If you see you getting നീ destroyed, ഉടയുമെന്ന് if കണ്ടാൽ, I see you getting ഞാൻ shattered, വരാം നിന്നെ സഹായിക്കാൻ. I'll come and help you. I'll come and pray for you. Hallelujah. Hallelujah. That is the encouragement of unity. Hallelujah. 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 അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അടുത്ത് കൈ കൊടുത്തിട്ട് ഉറപ്പോടുകൂടെ പറയാവോ? Can you shake the hand next to you? ഞാൻ കൂടെ പ്രാർത്ഥനയിൽ ഉണ്ടെന്ന് പറയാവോ? Can you say, I'm going to be with you? ഒന്ന് പറയാവോ? അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൊടുത്തിട്ട് ഉറപ്പോടുകൂടെ പറയാവോ? Say, I'm going to be with you in ഞാൻ prayer. പ്രാർത്ഥിക്കാൻ കൂടെ ഉണ്ടെന്നൊന്ന് I'm പറയാമോ? going to be with you in prayer. അടുത്തിരിക്കുന്ന വ്യക്തി കൊടുത്തിട്ട് പറയാ, I am with you. Hallelujah. I'm with you in prayer. തുടങ്ങ് സഹോദരാ. Start, dear brother. നീ തളരുമെന്ന് കണ്ടാൽ If I see you weak, ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. I will come and help you. ഞാൻ തകരുമെന്ന് കണ്ടാൽ You see me getting നീ വന്ന് over. എന്നെ സഹായിക്കാം. You should come and help me. അവിടെ കൊണ്ട് തീരുന്നില്ല. It doesn't end with that. അവിടുന്ന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. There's one more thing. നാം രണ്ടുപേരും പരാജയപ്പെട്ടാൽ Both of us are getting നമ്മെ defeated. സഹായിപ്പാൻ ദൈവം ഇറങ്ങി വരും. A God is going to come down ഒരു for കാര്യം us. പറയാം. Hallelujah. നിങ്ങൾ തമ്മിൽ തമ്മിൽ കൈകാര്യം ചെയ്താൽ, Things that you have to take care of with ആമേൻ, each other നിങ്ങൾ among തമ്മിൽ yourselves. തമ്മിൽ സഹായിച്ച When you help each other, ഇത് among yourselves, കണ്ടിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. there's a heaven that looks out. അവൻ നീ പരാജയപ്പെടാൻ He സമ്മതിക്കത്തില്ലെന്ന്. will not allow you to be അവൻ നീ destroyed. ഉടഞ്ഞു പോകാൻ He will not സമ്മതിക്കത്തില്ലെന്ന്. allow you to be shattered. അവൻ ഇറങ്ങി വരും. He's going to come down for you. Hallelujah. 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 രണ്ട് ഹെർമഗദോൻ കുന്നിൽ നിന്ന് ഇറങ്ങി ഒഴിഞ്ഞു വരുന്ന മഞ്ഞ്. Next one is the dew coming from the Mount Zion. Hermon. കൊടും ശൈത്യത്തിൽ അല്ല കൊടും ചൂടിൽ In extreme heat. And the summer. സിയോന്റെ താഴ്വരയിലുള്ള വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് The waters in the foothills of Zion dries up. ഈ താഴ്വരയെ ആകപ്പാട് സമ്പുഷ്ടി കൊണ്ട് നിർത്തുന്നത് എന്നാണെന്നറിയാമോ? You know the only thing that gives some nurturing to this valley ഒഫീഷ്യലി കാനഡയിൽ സമ്മർ ആയിട്ടുണ്ട്. is the summer here. നിങ്ങൾ ഇവിടുന്ന് ജാസ്പറിലേക്കോ അല്ലെങ്കിൽ ബാൻഫിലേക്കോ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. You drive to Jasper or Banff. നിങ്ങൾക്ക് ഇന്നും കാണാൻ പറ്റും ഏതെങ്കിലുമൊക്കെ ആ മൗണ്ടന്റെ മുകളിൽ മഞ്ഞ് ഇന്ന് ഒഴുകി വരുന്നത്. You can still see snow flowing up from the mountains. നമ്മൾ ഇന്നിട്ട് ചോദിക്കും ഇവിടുത്തെ മഞ്ഞ് ഇതുവരെ തീർന്നില്ലേ എന്ന് We ചോദിക്കും. still ask, when is this going to end? ഹെർമഗദോന്റെ മലയുടെ മുകളിൽ Hallelujah. From Mount Hermon. ഇതുപോലെ മഞ്ഞിങ്ങനെ നിപ്പുണ്ട്. Exactly like this, there is snow. സൂര്യകിരണങ്ങളാറ്റ് അതിങ്ങനെ ഒഴുകി താഴ്വരയിലേക്ക് Sun's വരും. rays hit it, it starts melting and ഓ flowing ഇത് to the valley. ഇതറിയാവുന്ന യഹൂദൻ പറയുക, Jew who knows this, ജനത്തിന്റെ ആരാധനയുണ്ടല്ലോ, the worship of the people of ജനത്തിന്റെ the Lord, യൂണിറ്റി ഉണ്ടല്ലോ, unity of the people. താഴ്വരയെ വരൾച്ച കൊണ്ട് മൂടുമ്പോ, When the valleys are becoming താഴ്വര ഡ്രൈ dried ആകുമ്പോഴും up, when it's getting dried up, അതിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി to nurture the valley, ഒഴുകുന്ന എർമഗദോൻ മഞ്ഞ് പോലെ just as the snow flowing down from സമ്പുഷ്ടമാണെന്ന്. Mount Hermon. Just as സഭയ്ക്കകത്ത് riches. ചിലതിനെ സാമ്പത്തികമായി ഞെരുങ്ങുമ്പോ, When you're financially getting constrained in the church, സഭയ്ക്കകത്ത് ചിലത് ശാരീരികമായി ഞെരുങ്ങുമ്പോ, physically you're being challenged inside the church, മാനസികമായി ഞെരുങ്ങുമ്പോ, when you're mentally strained, കൂട്ടായ്മയുടെ മഞ്ഞ് ഒഴുകിച്ചെല്ലുവന്ന്, the fellowship, the snow of fellowship is going to melt കൂട്ടായ്മയുടെ into it. മഞ്ഞ് ഒഴുകിച്ചെല്ലുവന്ന്, The dew of fellowship is going to go നീ in. ഉറങ്ങിക്കിടക്കുമ്പോ നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന മഞ്ഞ് ഇറങ്ങി വരുമെന്ന്. Oh, the dew that can comfort you when you're sleeping. ഞാനൊരു പ്രഭാഷകന്റെ എന്റെ വളരെ ബഹുമാനിക്കുന്ന ഒരു പ്രഭാഷകന്റെ പ്രസംഗം കിട്ടും. I heard a sermon by a good preacher who I respect a lot. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഏജിയുടെ പ്രസ്പെക്ടറും കുവൈറ്റ് ചർച്ചിന്റെ ഒക്കെ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. He's a presbyter of the AG Church and the pastor of Kuwait Church. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് തങ്കച്ചൻ എന്നായിരുന്നു. His father's name is Tangachan. അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ ഹാർട്ട് അറ്റാക്ക് വന്നു. ഏർലി മോർണിംഗ്, He had a heart attack early in the morning. സാറ്റർഡേ ഏർലി മോർണിംഗ്. Saturday early morning. എമർജൻസി ആയിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. They took him to a hospital nearby. ഫോണൊന്നും ഇല്ലാത്തൊരു കാലമാണ്. Time there were no phones. പിറ്റേ ദിവസം അദ്ദേഹം അല്പം സുബോധം വീണിട്ട് Next day when he was a little in his senses, ഭാര്യയും മകനെയും കൂടെ ആരാധനാലയത്തിലേക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടു. he told them to go to church with his wife and sons. ഇവർ രാവിലെ ഒരുങ്ങി വീട്ടിൽ ചെന്ന് ഒരുങ്ങി ഈ കാര്യം കൂടെ സഭയെ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് ഓർത്തുകൊണ്ട്
ആരാധനാലയത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ His wife and the son, when they thought that we'll go home and then tell this in the church. On ആരാധന Sundays. തുടങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടും Even after the time to pass worship was started, പാസ്റ്ററും കുറെ വിശ്വാസികളുടെ പുറത്ത് ഇവര് വരുന്നു നോക്കി നിൽക്കുക. pastor and some believers are standing outside the church. Look, അവര് പോയി ചോദിച്ചു, തങ്കച്ചാൻ ഇന്നലെ രാത്രിയിൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു. they asked, what happened to your dad yesterday night? അപ്പൊ പറഞ്ഞു, അയ്യോ നിങ്ങളോട് ആരാ വന്ന് പറഞ്ഞേ? He said, who told you that? അവർ പറഞ്ഞു, ആരും പറഞ്ഞില്ല. They said, nobody told us. ഇന്നലെ രാത്രി 3 മണിയായപ്പോ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച ഒരു ആത്മസാന്നിധ്യം ഉണ്ട്. Yesterday night at 3 a.m. in the morning, തങ്കച്ചിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ. Holy Spirit that took me, shook അന്ന് me up. മുതൽ ഞങ്ങൾ ചിലർ പേര് പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So without any phones, the Holy Spirit rose us up in different places, different people prayed for you. അതാണ് കൂട്ടായ്മയുടെ ശക്തി. That is the power of fellowship. ഇന്ന് പകൽ നീ പറയാതെ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന To recognize problems in your life without you saying. ഒരു സ്പിരിച്വൽ ടെലിപ്പതി അനുഭവിക്കണമെങ്കിൽ Hallelujah. If you want to understand the spiritual, ആമേൻ ഹല്ലേലൂയ. അനാക്കാര എന്ന് പറയുന്ന ഒരു സാധനമാണ്. അനാക്കാര there's a thing called an akara. അതൊരു ഒരു 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 ബിലീഫാണ്, ഒരു റിലീജിയസ് ബിലീഫാണ്. It's a religious belief. നമ്മൾ ഒരാളുമായിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ When you're close to someone, ഇറ്റ്സ് എ മൊണാസ്റ്ററി ബിലീഫ്. it's a belief from a monastery. biblical. It's not biblical. അടുത്ത ആചാരം പറയും, ഞങ്ങളുടെ ഭാഷ മനാക്കാര എന്നൊരു സാധനം പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പോയി ചോദിക്കുകയും ചെയ്യല്ലേ. So don't come and say, don't about manakara. രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ, When two people come together, രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ when two people come അവരിങ്ങനെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യും. they'll share their opinions and thoughts. നമ്മുടെ ചെവിയുടെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? You've seen the shape of our രണ്ട് ചെവി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് കിട്ടും. keep 2 ears together, you get a heart. ഇങ്ങനെ അപ്പൊ ഇങ്ങനെ രണ്ടുപേര് ചേർന്ന് നിന്ന് സംസാരിച്ചാൽ So when two of them are together and അവർ they talk, മെർജായി കഴിഞ്ഞു കഴിഞ്ഞാല് they're merged. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പറയാതെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റും. Concepts will be exchanged without them അതിനാണ് talking to each അനാക്കാര other. എന്ന് പറയുന്നത്. That's called an akara. ആരോട് അനാക്കാര എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, Let me tell you something. കൂട്ടായ്മയുടെ ബലം അകത്ത് വന്നാൽ, If the power of fellowship comes to കൂട്ടായ്മയുടെ ഒരു you, സ്നേഹോദര്യം ഉണ്ടായി when കഴിഞ്ഞാൽ, this unity among brothers come together, മിനിച്ചേച്ചി വിളിച്ചു ചോദിക്കേണ്ട എന്താ പ്രശ്നമെന്ന് if I don't need to call Miniandi and ask, what is your problem? രാവിലെ വിളിച്ച് അങ്ങോട്ട് ചോദിക്കും, I can call and ask ഇന്നലെ in the എന്താ morning. സഹോദരൻ നിന്നെ അലട്ടിയ I can പ്രശ്നം? ask her, what bothered you yesterday? ഇവർക്ക് ആ കൂട്ടായ്മയ്ക്കകത്ത് അനുഭവിക്കാൻ പറ്റുമെന്നേ. You can experience that in fellowship. അവൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, How many of you want to എന്റെ know സഹോദരൻ പുറത്ത് പറയാത്ത ചില വിഷയങ്ങളെ things that my brothers are not എന്റെ saying outside? പ്രാർത്ഥനാമുറിയിൽ വെളിപ്പെടുത്തിയിട്ട് To reveal in my prayer അതിനു room. വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഒരു കൃപ. Oh, grace to pray for those. Hallelujah. ഞാൻ നിർത്തട്ടെ, Let me end here. അവസാനത്തെ ആ ഭാഗം കൂടെ വായിച്ചൊന്ന് നിർത്താം. End it here. Reading the last. അനുഗ്രഹവും ശാശ്വതമായ ജീവൻ For the Lord has commanded blessing and life ഈ forevermore. കൂട്ടായ്മയ്ക്കകത്താണ്. It's in this നിങ്ങൾ fellowship. എവിടെ വസിക്കണമെന്നാണോ അറിയാമോ? You know where you need to dwell? ക്രിസ്തുവിൽ You വസിക്കണം. need to dwell in Christ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ ഇത് വായിക്കേണ്ട ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. John 15, Christ says, അതിങ്ങനെയാ പറയുന്നത്, this is what he ഞാൻ says. സാക്ഷാൽ മുന്തിരിവള്ളി, I am the vine, എന്റെ പിതാവ് തോട്ടക്കാരൻ, and my Father the gardener. എന്നിൽ ഫലം കായ്ക്കുക. Bear fruit in me. യേശുവേ, Jesus, അങ്ങ് ഒലിവ് വൃക്ഷം കണ്ട ആളാണ്. you've seen the olive tree. എന്താണ് ഒലിവിന്റെ കാര്യം പറയാൻ? You know, why didn't you say about olive? അങ്ങ് അത്തിവൃക്ഷം കണ്ട ആളാണ്. You saw the fig tree. അങ്ങെന്താ അതിനെ കുറിച്ച് Why പറയാത്തത്? didn't you talk about the fig tree? നിറഞ്ഞു നിൽക്കുന്ന ഈന്തപ്പനകൾ അങ്ങ് കണ്ടിട്ടുണ്ട്, You've എന്തുകൊണ്ട് seen അതിനെ കുറിച്ച് palm പറഞ്ഞില്ല? trees, but you didn't talk about palm trees. നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മുന്തിരിവള്ളിയുടെ ആയുസ് എത്രാന്ന്? You know the oldest wine, how old it is? 430 വർഷം. It's 430 years old. ഈ വർഷവും സീസണിൽ അത് 50 കിലോ മുതൽ 30 കിലോ മുതൽ 50 കിലോ വരെ ഫ്രൂട്ട് കൊടുക്കുന്നുണ്ട്. ഈ വർഷം Even this year, it's giving fruit worth 30 to 50 kilos. In 400 മുതൽ 430 വർഷം വരെ നിന്ന് കായ്പാൻ കഴിവുള്ള ഒരു സാധനമാണ് മുന്തിരിവള്ളി. wine is something that can stay for 400 to 430 years. in age. പഴക്കം ചെല്ലുന്നത് കൊണ്ട് അതിന്റെ പവർ നഷ്ടപ്പെടുന്നില്ല. When it ages, it does not lose its അതുകൊണ്ട് power. ക്രിസ്തു പറയാ, That's why Christ says, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ, me, I'm the wine. എന്നോട് നീ ചേർന്ന് നിന്നാൽ You are with me, in me. നിലനിൽക്കുന്ന ഫലം നിനക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. Give you sustainable ഇന്ന് പകൽ fruit. കൂട്ടായ്മ ആചരിച്ചും Having fellowship, ക്രിസ്തുവിൽ അടിയുറച്ചും being in Christ, for Christ, നാളുകളോളം ഫലം കൊടുപ്പാൻ giving fruit for more എന്റെ days. ചെറിയ സമയം ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന Let the Lord have my പ്രാർത്ഥന. little church. With that, സങ്കീർത്തന പ്രബോധനത്തിൽ ഞാൻ ഇവിടുത്തെ അവസാനത്തെ കുത്തിടുന്നു. ദൈവ വചസ്സുകളാണ് നമ്മെ അനുഗ്രഹിക്കും. including my son here.